ഈ അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് എല്ലാവർക്കും സ്വർണം മേടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ. ഒത്തിരി പേര് സ്വർണ്ണമൊക്കെ ബുക്ക് ചെയ്തിട്ടും ഉണ്ടാവാം. മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അന്ന് സ്വർണം മേടിച്ചാൽ ഐശ്വര്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് ആരും പോയി വാങ്ങരുത്. കാരണം അക്ഷയ തൃതീയ എന്ന് പറയുന്ന നമ്മളുടെ ഇവിടെ പൂർവികരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, പണ്ട് അങ്ങനെ ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, സ്വർണം വാങ്ങുക എന്നുള്ള കാര്യം. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്ത സമ്പത്തുണ്ടാകുന്ന ദിവസം എന്നാണ്. ആ ദിവസം പണ്ട് ആളുകൾ, ജന്മിമാരായിട്ടുള്ള ആളുകൾ, അവരുടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുടയും വടിയും ചെരുപ്പുമൊക്കെ ദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അക്ഷതൃതീയ എന്നും പറയും. അങ്ങനെ ഈ പഴയ ജന്മിമാരൊക്കെ ദാനം ചെയ്യുമ്പോൾ അവര് പുണ്യത്തിന് വേണ്ടി മാത്രം ദാനം ചെയ്യില്ല, അവർക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ളത് കൂടി നോക്കിയാണ് അവര് ദാനം ചെയ്യാറുള്ളത്. അപ്പൊ അന്നത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ വടിയും കുടയും ചെരുപ്പും ഒക്കെ ദാനം ചെയ്താൽ ആ ദാനം ചെയ്യുന്ന ആൾക്ക് പുണ്യം കിട്ടും എന്നുള്ളതാണ് വിശ്വാസം. ഇന്ന് അത് കുറച്ചു കാലം മുമ്പ് മുതൽ ജ്വല്ലറിക്കാരൊക്കെ ഏറ്റെടുത്തിട്ട് അവർ നമുക്ക് സാധനം തരുന്നു, അവർക്ക് ഐശ്വര്യം കിട്ടുന്നു എന്നുള്ള നിലയിലേക്ക് അത് മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പം വളരെ സന്തോഷം തോന്നിയത്, ഇവിടെ ക്രിസ്തുമത ആരാധനാലയം അടക്കം നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിനൊക്കെ ഏറെ പ്രാധാന്യം കൊടുക്കുന്നതാണെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നോട് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ശ്രീബു ചേട്ടൻ പറഞ്ഞു. പിന്നെ അവിടെ എല്ലാവരും ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ സുഭാഷ് ജി, ഡി ബാലചന്ദ്രൻ, എൻ ശശിധരൻ പിള്ള, ആർ ചന്ദ്രൻകുട്ടി, ഇ പി ചന്ദ്രൻപിള്ള ചേട്ടൻ, അദ്ദേഹമാണ് അന്നദാനം ഇവിടെ വഴിപാടായി നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ദാനകർമ്മം എന്ന് പറയുന്നത് അന്നദാനമാണ്. ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉഭയകുല വിശുദ്ധം കോടി കന്യാപ്രദാനം നഹി ബഹുദാനം അന്നദാന സമാനം എന്ന് പറഞ്ഞൊരു പദ്യമുണ്ട്. അതായത് കോടിക്കണക്കിന് ആനകളെ ദാനം ചെയ്യുന്നതിനേക്കാൾ, കുതിരകളെ ദാനം ചെയ്യുന്നതിനേക്കാൾ, കടലോളം വസ്തുദാനം ചെയ്യുന്നതിനേക്കാളൊക്കെ മഹത്തരമായിട്ടുള്ള ദാനകർമ്മമാണ് അന്നദാനം എന്ന് പറയുന്നത്. തുടർന്നുള്ള വർഷങ്ങളിലും അത് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സംസ്കാരത്തെ ഇന്ന് മലീമസമാക്കുന്ന ഒന്നാണ് ജാതി ചിന്ത. അപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നോട് ശ്രീബു ചേട്ടൻ പറയുകയായിരുന്നു, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ജാതി മത വേർതിരിവൊന്നുമില്ല, എല്ലാവരും കൂടി പങ്കെടുക്കുന്ന പരിപാടിയാണ്. എനിക്കത് വളരെ കൂടുതൽ സന്തോഷം തോന്നി അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ശരിക്കും നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റാക്കി നിർത്തുന്നത് ജാതി ചിന്തയാണ്. ഇന്നും പണ്ടുമൊക്കെ തന്നെയും അത്തരത്തിലുള്ള ജാതി ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പലരും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഗ്രന്ഥങ്ങളിലേറെയും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ അർത്ഥം നമുക്ക് പണ്ടുള്ള ആളുകൾക്ക് അറിയില്ല. കാരണം അന്ന് ചില ആളുകൾ തങ്ങൾക്ക് മാത്രമേ ഇത് പഠിക്കാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് സംസ്കൃതം പഠിപ്പിക്കാതിരിക്കുകയും പിന്നീട് ഇവര് ആ വാക്കുകളെ അവർക്ക് ഇഷ്ടമുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഉദാഹരണം പറയാം. ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിരുന്ന സമയത്ത് അന്ന് തന്ത്രി കോടതിയിൽ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥം കൊടുത്തു. ശ്രീലങ്കയിൽ നിന്നൊരു യുവതി ശബരിമലയിൽ പ്രവേശിച്ചതായി അഭ്യൂഹം പരന്നപ്പോൾ അദ്ദേഹം ശുദ്ധിക്രിയകൾ നടത്തുകയും കോടതി ഇടപെടുകയും ചെയ്തു. അന്ന് ന്യൂസ് 24 എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു ചാനൽ, ആ ചാനൽ ഒരു വാർത്ത ചെയ്തു. ആ വാർത്തയിൽ പറയുന്നത് ഇപ്രകാരമാണ്: തന്ത്രി സ്വന്തം തന്ത്രം സമർത്ഥിക്കാൻ കോടതിയിൽ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥം കൊടുത്തപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് പറയനും പുലയനും മണ്ണാനും കണിയാനും തട്ടാനും ഈഴവനും അടക്കമുള്ള ജാതികൾ ക്ഷേത്രത്തിൽ കയറിയാൽ അശുദ്ധിയാണത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വാർത്ത കാണുന്ന ഹൈന്ദവ സംസ്കാരത്തിലുള്ള ജാതീയമായ വേർതിരിവ് എത്രമാത്രമാണ് ആളുകളിൽ മാനസികമായ കുറ്റബോധം ഉണ്ടാക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കുക. കാരണം വാർത്തയുടെ താഴെ അത്രയ്ക്ക് മോശമായ കമന്റുകളാണ് കണ്ടത്. അപ്പൊ എനിക്കറിയാം, ഒരിക്കലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇത്രയ്ക്ക് ജാതി വ്യവസ്ഥകൾ പറയാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നെനിക്കറിയാം. എന്റെ വീട്ടിൽ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥമുണ്ട്. ഞാൻ ആ തന്ത്രസമുച്ചയത്തിന്റെ വിവർത്തന ഗ്രന്ഥങ്ങൾ പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തു, പലർ എഴുതിയത് കളക്ട് ചെയ്തു. അതില് തന്ത്രസമുച്ചയത്തിൽ ഒരു പദ്യമുണ്ട്: ക്ഷേത്രേ മൃദർ ജനന മംഗണ മണ്ഡപാദോ മൂത്രാശ്രഗാദിപതനം പതിതാദിവേശ സോലൂക ഗൃദ്ര കരടശ്വക രോഷ്ടകോല ക്രോഷ്ട്യക്ഷ ഡുണ്ടുപ പുരസര ഗർഭവേശ എന്നൊരു പദ്യമുണ്ട്. ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇതാണ് നമ്മുടെ പ്രശ്നം. കാരണം സംസ്കൃതമായതുകൊണ്ട്
ഞാൻ ഇവിടെ നിന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് ചിന്തിക്കത്തേ ഉള്ളൂ. കാരണം നമ്മളിത് പഠിക്കാൻ ശ്രമിക്കാറില്ല. ശരിക്കും ആ പദ്യത്തിന്റെ അർത്ഥം ക്ഷേത്രേ മൃദർ ജനനമങ്കണ മണ്ഡപാതോ, ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ മുറ്റത്തിൽ ജനനം നടന്നാൽ അശുദ്ധിയാണ്, മരണം നടന്നാൽ അശുദ്ധിയാണ്, മൂത്രാശ്രഗാദി പതനം മലമൂത്രം ഇത്യാദികൾ വീണാൽ അശുദ്ധിയാണ്, പതിതാദിവേശ പതിതർ കയറിയാൽ അശുദ്ധിയാണ്. ഈ പതിത എന്ന ശബ്ദത്തിന് പഴയ കാലത്ത് സംസ്കൃതം പഠിക്കാൻ തങ്ങൾക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികരെ വിശ്വസിപ്പിച്ചിരുന്ന ആളുകൾ അവർ കൊടുത്ത നിർവചനമാണ് പറയൻ പുലയൻ മണ്ണാൻ കണിയാൻ തട്ടാൻ ഈഴവൻ എന്ന്. ശരിക്കും പതിത എന്ന ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. പതിത എന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്വധർമ്മയ പരിത്യജ്യ പരധർമ്മം സമാശ്രയേത്ത് അനാപതിജ വിദ്വദ്ഭി പതിത പരികീർത്തിത എന്നാണ്. അതായത് സ്വന്തം ധർമ്മം വിട്ടിട്ട് മറ്റൊരു ധർമ്മം ആരാണോ അനുഷ്ഠിക്കുന്നത് അവനാണ് പതിതൻ. അച്ഛനെ അമ്മയെ നല്ലോണം നോക്കണം എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ആ ധർമ്മം പാലിക്കാതെ അച്ഛനമ്മമാരെ നമ്മൾ ഉപദ്രവിച്ചാൽ നമ്മൾ പതിതനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള വാക്കുകളെ കൃത്യമായി അവരുടെ താല്പര്യത്തിനനുസരിച്ച് അതിനെ വിവർത്തനം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ജാതീയമായ വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എത്രയോ കാലം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇന്നും അത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ വിഷവിത്തുക്കൾ പാകാൻ ആളുകളുണ്ട്. അതിന് നമ്മൾ കഴിവതും പോയി വീഴരുത്. ഇത്തരത്തിൽ വാക്കുകളെ തെറ്റായി വിവർത്തനം ചെയ്യുന്ന പ്രവണതയാണ് ജ്യോതിഷത്തിലും വാസ്തുവിലും അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് നടക്കുന്നത്. നമ്മുടെ ആചാരങ്ങളുടെ ഒരു പ്രശ്നം, ആർക്കും എന്തും പറയാം എന്നുള്ള ഒരു നിലയിൽ ആചാരങ്ങളുണ്ട്. ആർക്കും എന്തും സംസാരിക്കാം, എന്ത് പറഞ്ഞാലും അത് ആചാരമായി മാറുന്ന ഒരു പ്രവണത നമ്മളുടെ ഇടയിൽ ഉണ്ട്. അതൊരു തെറ്റായ പ്രവണതയാണ്. ഒരിക്കൽ ഞാൻ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയി. അവിടെ മനോഹരമായി അലങ്കരിച്ച ഒരു മണ്ഡപം, അതിനു ചുറ്റും നിലവിളക്കുകൾ വെച്ച് മനോഹരമായി അലങ്കരിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞു, കന്യാദാനം നിർവഹിച്ചു. വധുവിന്റെ വലത് കൈ വരന്റെ കയ്യിലുണ്ട്, ഇടത് കൈയില് താലത്തിൽ പുടവയുണ്ട്. അങ്ങനെ ആ കുട്ടി വളരെ ശ്രദ്ധയോടെ ഒരു പ്രദക്ഷിണം കഷ്ടപ്പെട്ട് പൂർത്തിയായി. കാരണം എന്താ അറിയോ, സാരിയുടെ തുമ്പ് ഒന്ന് ആടിയാൽ തീ പിടിക്കും, ചുറ്റും വിളക്കുകളാണ്. അങ്ങനെ ഈ കുട്ടി വളരെ ശ്രദ്ധയോടുകൂടി പ്രദക്ഷിണം പൂർത്തിയാക്കിയ ഒരു പ്രദക്ഷിണം. അപ്പൊ ഈ പയ്യന്റെ സഹോദരി ആ കുട്ടി ഒരു കാര്യം ചെയ്തു, ഈ പുടവയൊന്ന് ഉയർത്തി, താലമൊന്ന് ഉയർത്തി, സാരിയുടെ തുമ്പെടുത്ത കുട്ടിയുടെ കയ്യിൽ ഒന്ന് ചുറ്റിക്കൊടുത്തു, ഇതിങ്ങനെ ആട്ടത്തിൽ തീ പിടിക്കാതിരിക്കാൻ. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് കൊച്ചിയിലേക്ക് പോരേണ്ടത് കൊണ്ട് ഞാൻ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശമിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഗ്ലാസിന്റെ അപ്പുറത്ത് കുറെ ആളുകൾ ഇന്ന് സംസാരിക്കുകയാണ്. ഞാൻ ആ സംസാരം ഒന്ന് ശ്രദ്ധിച്ചപ്പോ അവർക്ക് ഞാൻ ഇപ്പുറത്തേക്ക് കാണുന്നില്ല, കാരണം ഗ്ലാസ് ഡോറിന്റെ ഇപ്പുറത്താണ്. അപ്പൊ അതിലൊരു അമ്മ പറയുകയാണ്, എന്റെ മകളുടെ കല്യാണത്തിന് സാരി കയ്യിൽ ചുറ്റുന്ന ആ ആചാരം ചെയ്തിരുന്നില്ല എന്ന്. അപ്പൊ പ്രായമുള്ളൊരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, അത് അത്യാവശ്യമായിട്ട് ചെയ്യണം. ഉടുത്ത സാരി ഉടുക്കാൻ പോകുന്ന സാരിയും തമ്മിൽ ഒരു സ്പർശനം ഉണ്ടായെങ്കിലേ ദാമ്പത്യ ജീവിതം ധന്യമാകൂ എന്ന്. അപ്പൊ അത് കേൾക്കുന്ന ഒരു 5 പേർ ഇത് അടുത്ത കല്യാണത്തിന് ഒരു ആചാരം എന്ന നിലയിൽ അവതരിപ്പിക്കും. ഇങ്ങനെ സാരി ചുറ്റുന്ന ഒരു ആചാരമുണ്ട്, അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണെന്ന് പറയും. ആ കല്യാണം കാണുന്ന 10 പേർ അടുത്ത കല്യാണ സ്ഥലങ്ങളിൽ ഇത് അവതരിപ്പിക്കപ്പെടും. ചുരുക്കം പറഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് ഒരു ആചാരമാണ് എന്ന നിലയിലേക്ക് അവതരിപ്പിക്കും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ എന്നോടൊരാള് ഒരു രസകരമായ കഥ പറഞ്ഞു. തിരുവനന്തപുരത്തൊരു അമ്പലത്തിൽ കോഴിയെ നടക്കിരുത്തുക എന്നൊരു നേർച്ച കിട്ടു അദ്ദേഹം. എന്നിട്ട് കോഴിയെ വളർത്തി, കോഴി വളർന്നു. കോഴിയെ കൊണ്ട് നടക്കിരുത്താൻ വേണ്ടി ചെന്നപ്പോ കോഴി ഒന്ന് കാഷ്ടിച്ചു. അപ്പൊ ഇദ്ദേഹം അടുത്തുള്ള പൈപ്പിന്റെ ചോട്ടിൽ പോയി കോഴിയെ ഒന്ന് കഴുകിയിട്ട് ക്ഷേത്രത്തിൽ കയറി നടക്കിരുത്തലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ പൈപ്പിന്റെ ചോട്ടിൽ നീണ്ട ക്യൂ ആണ്. എല്ലാരും കോഴിയെ കഴുകാൻ നിൽക്കുകയാണ്. മുമ്പേ ഗമിച്ചീടിന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന നിലയിലേക്ക്. അങ്ങനെ ആകരുത്. നമ്മൾ നമ്മുടെ ആചാരങ്ങൾ നല്ലതുപോലെ പഠിക്കണം. നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം. അത് പഠിപ്പിക്കാതെ, ആചാരങ്ങൾ പഠിപ്പിക്കാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ആചാരങ്ങളെ കൊണ്ട് ആവശ്യം വരുമ്പോൾ അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തപ്പെടുന്നത്, നമുക്കറിയാം, കുട്ടികളെ പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റുന്ന ഒരു പ്രവണത ഇന്ന് വളരെ ഗൗരവതരമായി നമ്മുടെ ഇടയിലുണ്ട്. എല്ലാത്തിലുമുണ്ട്.
ഹിന്ദുവിൽ നിന്ന് ഇസ്ലാമിലേക്കും, ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യനിലേക്കും, ക്രിസ്ത്യനിൽ നിന്ന് ഇസ്ലാമിലേക്കും, അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മതപരിവർത്തനം വളരെ വ്യാപകമായ രീതിയിൽ നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ പ്രണയത്തിന് വേണ്ടി മതം മാറുന്നത് പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ മതം മാറി വന്ന് കല്യാണം കഴിച്ച ഒരു അറിവ് എന്നെ സംബന്ധിച്ചില്ല. ചിലപ്പോൾ ഉണ്ടാവാം. എൻ്റെ അറിവിൽ ഒരിക്കലും പ്രണയത്തിന് വേണ്ടി ഒരാൺകുട്ടി വന്ന് ഞാൻ നിന്റെ മതത്തിലേക്ക് വന്ന് നിന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളാണ് മതം മാറുന്നതിൽ ഏറെയും. അപ്പൊ പെൺകുട്ടികൾ പ്രണയത്തിലേക്ക് അകപ്പെട്ട് മതം മാറ്റത്തിന് വിധേയരാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ജാതിയും മതവും ഒക്കെ പിടിച്ചിട്ട് വർഗീയതയുടെ നിറം കൊടുക്കുന്നത്. നമ്മൾ തന്നെ പറയുന്നു നമ്മുടെ മതത്തിലെ ആചാരങ്ങൾ, നമ്മുടെ സംസ്കാരത്തിലെ ആചാരങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ മതം മാറ്റുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ സഹോദര മതവിശ്വാസികളെ, ചിലർ ചെയ്യുന്ന കാര്യങ്ങളെ ആ മതത്തിന്റെ ഭാഗമായി കൂട്ടിക്കെട്ടി അവരെ ആക്രമിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം നമ്മുടെ ആചാരങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്? എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവിടെ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം. എന്നാൽ മിക്ക ക്ഷേത്രങ്ങളിലും ഈ ആൾക്കൂട്ടത്തിൽ പോലും എത്രയോ ചെറുപ്പക്കാരും കൗമാരക്കാരുമായിട്ടുള്ള ആളുകളാണുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയോ, മിക്ക ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ആളുകൾ വരാറില്ല. കാരണം അവർക്ക് നമ്മുടെ ആചാരം പഠിക്കണമെന്നില്ല. ഗാനമേളയ്ക്കും മറ്റു പരിപാടികൾക്കാണ് വരാറുള്ളത്. അത് നടത്തരുത് എന്നല്ല, ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തണമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് പോലും വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ ആചാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും വലിയ കാര്യമില്ല. ടൈം ഫില്ലിംഗ് പ്രോഗ്രാമൊക്കെയാണ് നടത്തുന്നത്. നമ്മൾ ഈ കുട്ടികൾ മതം മാറ്റത്തിന് വിധേയരാകാൻ പോകുമ്പോൾ മാത്രം നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സംസ്കാരം എന്ന് ആ കുട്ടികളോട് പറയുമ്പോൾ ആ കുട്ടികൾ അത് കേൾക്കാൻ തയ്യാറാകുമോ? മറ്റൊരാൾ നമ്മുടെ സംസ്കാരത്തെ പറ്റി വിമർശന ബുദ്ധിയ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എത്ര കുട്ടികൾക്കാണ് അതേപറ്റി ജെനുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ നമ്മുടെ സഹോദര മതത്തെയും മതവിശ്വാസത്തെയും അങ്ങോട്ട് ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് എത്ര പേർക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഉത്തരം നൽകാൻ കഴിയും? എത്ര വീടുകളിൽ സന്ധ്യാനാമം ജപിക്കാറുണ്ട്? നമ്മുടെ അമ്മമാരോടോ അച്ഛന്മാരോടോ കുട്ടികൾ വന്ന് നമ്മളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ അത് അറിയില്ലെങ്കിൽ അതൊന്ന് പഠിച്ചു പറയാൻ പോലും നമ്മൾ ശ്രമിക്കാറില്ല. ഞാൻ മതപരിവർത്തനത്തിന് തീർത്തും എതിർക്കുന്ന ഒരാളാണ്. ഒരു പെൺകുട്ടിയോട് നീ മതം മാറി വന്നാൽ കല്യാണം കഴിക്കാമെന്ന് പ്രണയിക്കുന്ന ആൾ പറഞ്ഞാൽ നിനക്ക് പ്രണയമാണോ മതമാണോ വലുത് എന്ന് ചോദിക്കുവാൻ നമ്മുടെ പെൺകുട്ടികൾ ആർജവം കാണിക്കണം. നിങ്ങൾ വ്യക്തിത്വമില്ലാത്തവരായി മാറരുത്. കാരണം ആൺകുട്ടികൾ ഒരിക്കലും മതം മാറി വരില്ല. നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ, എന്നിട്ട് കല്യാണം കഴിക്കൂ, നിങ്ങൾക്ക് മതമാണ് വലുതെങ്കിൽ എന്ന് ചോദിക്കണം. ഞാൻ ഒരിക്കലും മറ്റു മതവിശ്വാസികളെ കുറ്റം പറയില്ല. കാരണം എന്താ അറിയോ, അവരുടെ മതത്തിന്റെ രീതികൾ, അവരുടെ സംസ്കാരം കൃത്യമായി അവരുടെ മതവിശ്വാസത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും നമ്മുടെ നല്ല ആചാരങ്ങൾ, ഒന്നിനെയും ദ്രോഹിക്കാത്ത, ഒന്നിനെയും വിമർശിക്കാത്ത, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന നല്ല ആചാരങ്ങൾ, നല്ല സംഹിതകൾ, നമ്മളുടെ നല്ല ആചാര്യന്മാരുടെ ജീവിത രീതികൾ, അതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കണം. പഠിപ്പിക്കാതിരുന്നിട്ട് അവർ എപ്പോഴെങ്കിലും ഒരു കാലത്ത് മതം മാറ്റത്തിലേക്ക് പോകുമ്പോൾ അന്നേരം നമ്മുടെ സംസ്കാരമേ, നമ്മുടെ ദൈവങ്ങളെ, നമ്മുടെ ഇതെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്തരം വേദികളിലേക്ക് ഇപ്പോൾ ഇവിടെ എത്തിയതുപോലെ കുഞ്ഞുങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവരണം. അവർ ഇത് കേൾക്കണം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആചാരങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. ഈ ജ്യോതിഷത്തിൽ പലപ്പോഴും അത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത വല്ലാണ്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഇത്തരം ചൂഷണങ്ങൾക്ക് നമ്മൾ പോയി വീഴാറുണ്ട്. അത്തരം ചൂഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മളും അത്യാവശ്യം ഇത്തരം കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണം. പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ജ്യോതിഷവും വാസ്തുവും ഉള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മളെ കബളിപ്പിക്കാൻ സാധിക്കാറില്ല. ഏറ്റവും കൂടുതൽ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ പറ്റിക്കാറുള്ളത്. ഒരാൾ മരിച്ചാൽ അപ്പൊ നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മളോട് പലതരത്തിലുള്ള ന്യായങ്ങൾ പറയും. ഒരു ദിവസം ഒരു 10-49 വയസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് അച്ഛന് ക്യാൻസർ പിടിപെട്ടു, അമ്മയില്ല. അങ്ങനെ അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് അച്ഛനെ നല്ലതുപോലെ പരിചരിച്ചു. അച്ഛനെ പരിചരിച്ചു, അച്ഛൻ മരണപ്പെട്ടു പോയി.
അത് കഴിഞ്ഞ് കുറെ നാള് അപ്പൊ ആരോ ജ്യോത്സ്യൻ പറഞ്ഞു അച്ഛനെ ഇരുത്തണം എന്ന്. അങ്ങനെ ഇദ്ദേഹം അച്ഛനെ ഇരുത്തി 1,00,000 രൂപയോളം ചെലവാക്കി. എന്നിട്ട് പെങ്ങൾ, അദ്ദേഹത്തിന്റെ സഹോദരി, കുറെ കാലത്തിന് ശേഷം ആ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന്റെ ആവശ്യത്തിനായി ഒരു ആസ്ട്രോളജറെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പല കാര്യങ്ങൾ പറഞ്ഞു വന്ന വഴിക്ക് അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അച്ഛനെ ഇരുത്തണം എന്ന് പറഞ്ഞു. അപ്പോ ഈ ആള് പറഞ്ഞു, ഇല്ല ഞങ്ങൾ അച്ഛനെ ഇരുത്തിയല്ലോ. അപ്പൊ ആള് പറഞ്ഞു, ഈ ജ്യോത്സ്യൻ പറഞ്ഞു അച്ഛനെ ഇരുന്നിട്ടില്ല, ഇപ്പോഴും അലഞ്ഞു നടക്കുകയാണ്, ഇരുത്തിയേ പറ്റൂ, ആ കർമ്മം ഫലിച്ചിട്ടില്ല. നിങ്ങളിൽ പലരോടും ഇത് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയാണ് അവർ വിഷമത്തോടുകൂടി എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളോട് ഇരുത്തി എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഇരുത്തി എന്ന് പറഞ്ഞ ആളെ ഫോൺ ചെയ്ത് ഇരുന്നില്ല എന്ന് പറഞ്ഞ ആളെ ചെവിയിലോട്ട് വെച്ച് കൊടുക്കണം. അവർ തമ്മിൽ അടിക്കട്ടെ, ഇരുന്നോ ഇരുന്നില്ലയോ, നമ്മൾ പൈസ മുടക്കിയല്ലേ, അത് ചെയ്യണ്ടേ നമ്മള്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങളോട് ചോദിക്കണം. നമ്മളെല്ലാം മരിച്ചു പോകും, ഞാനും നിങ്ങളെല്ലാം. നമ്മൾ മരിച്ചിട്ട് മേളിൽ പോയി നമ്മുടെ മക്കളുടെ കല്യാണം മുടക്കാൻ, നമ്മുടെ പിള്ളേര് വീട് വയ്ക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ, അവരുടെ ജോലി നഷ്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുമോ? നമ്മളോട് ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനും അമ്മയുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾ തടസ്സപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുവാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടേ? നിങ്ങൾ മനസ്സിലാക്കുക, പുത്രൻ പുത്രി എന്ന വാക്കിന്റെ അർത്ഥം മകൻ മകൾ എന്നല്ല. പുത്രൻ പുത്രി എന്ന വാക്ക് ജനിക്കുമ്പോഴേ ഉണ്ടാകുന്നതുമല്ല. പുത്രൻ പുത്രി എന്ന വാക്കിന്റെ അർത്ഥം പും നാമ നരകാത് ത്രായതേ യതി പുത്രഹ എന്നാണ്. പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നോട് താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ബലാൽ എന്നാണ്. അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം, എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും, എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും. അവർക്കതിനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, മനസ്സുണ്ട് എന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ മാത്രമേ നമ്മൾ പുത്രനും പുത്രിയുമാവുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ നല്ലതുപോലെ നോക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് എവിടെങ്കിലും യാത്രകൾ പോകണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വിമാനത്തിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിമാനത്തിൽ കൊണ്ടുപോകണം. മരിച്ചു കഴിഞ്ഞ് അവരുടെ ചിതാഭസ്മവും കൊണ്ട് വിമാനത്തിൽ പോകുന്നതല്ല പുണ്യം. ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ച് മരിച്ചു കഴിഞ്ഞ് ബലിയിടരുത് എന്നൊരർത്ഥമില്ല. ബലിയിടുക എന്ന് പറഞ്ഞാൽ മരിച്ച ആളിനെ ബലപ്പെടുത്താനല്ല, നമ്മളെ ബലപ്പെടുത്താനാണ് ബലിയിടുന്നത്. മരിച്ച ആളിന് ഒരു ബലവും കിട്ടാനില്ല. നമ്മൾ എല്ലാ വർഷവും അവരെ ഓർക്കാൻ വേണ്ടിയാണ് ഈ ബലികർമാദികൾ നടത്തുന്നത്. അല്ല, അവർക്ക് ബലം കിട്ടാനല്ല. മരിച്ചു കഴിഞ്ഞല്ല പണം മുടക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വല്ലാണ്ട് നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒന്നാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വസുപഞ്ചകം എന്നൊരു ദോഷം. ഒരിക്കൽ ഒരു കഥ വായിച്ചതാണ്, നടന്ന സംഭവമല്ല. ഒരാൾ 1,00,000 രൂപ കടം വാങ്ങി, അത് വീട്ടാൻ നിവർത്തിയില്ലാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തിട്ട് യമലോകത്ത് ചെന്നു. കാരണം അദ്ദേഹം ചിന്തിച്ചത് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ഞാൻ വരുത്തി വെച്ച കടം അവരിലേക്ക് ഇനി എത്തണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. യമലോകത്ത് ചെന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം യമധർമ്മരാജൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എടാ നീ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അപ്പൊ അവൻ പറഞ്ഞു, യമധർമ്മരാജൻ, ഞാൻ 1,00,000 രൂപ കടം വാങ്ങി, അത് വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ യമധർമ്മരാജൻ പറഞ്ഞു, എടാ മണ്ട, നീ ആത്മഹത്യ ചെയ്തതിന്റെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നറിയാൻ നിന്റെ ഭാര്യയും മക്കളോട് ജ്യോത്സ്യനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു വസുപഞ്ചകത്തിലാണ് മരിച്ചത്, 5 പേർ മരിക്കാൻ സാധ്യതയുണ്ട്, 2,50,000 രൂപയുടെ പൂജ പരിഹാരമായിട്ട് ചെയ്യണമെന്ന്. 1,00,000 രൂപ വീട്ടാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തവന്റെ ദോഷം മാറ്റാൻ 2,50,000 രൂപ പരിഹാരത്തിനുണ്ടാക്കാൻ കടം മേടിക്കാൻ നടക്കുകയാണ് വീട്ടുകാർ എന്നൊരു കഥ. നിങ്ങൾക്കറിയോ, വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കുമെന്ന് ജ്യോതിഷത്തിൽ ഒരു ഗ്രന്ഥത്തിലുമില്ല. അങ്ങനൊരു കാര്യമേ ഇല്ല. പക്ഷെ നമ്മളിത് വിശ്വസിക്കും. എന്താ അറിയോ, നമ്മൾ ഒറ്റ കാര്യം നോക്കൂ, വസുപഞ്ചകത്തിൽ ഇഞ്ചാവുണ്ട്, 5-ലും ഇഞ്ചാവുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കും. ശരിക്കും ജ്യോതിഷത്തിൽ അവിട്ടം പാതി തൊട്ട് രേവത്യന്ത്യം വരെയും മരിച്ചാൽ ദഹിപ്പിക്ക യോഗ്യമല്ലറിയ നീ, അഥവാ ദഹിപ്പിക്കണമെന്നാകിൽ അതിന് വിധി പോൽ ദഹിപ്പിക്കാം, ഒരു ദോഷവും വരാന്നാണ്. അവിട്ടത്തിന്റെ പകുതി മുതൽ രേവതി വരെയുള്ള 5 നാളുകളിൽ മരണപ്പെട്ടാൽ കർമ്മം ചെയ്ത് ദഹിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 5 പേർ മരിക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ നമ്മുടെ ഗ്രന്ഥത്തിൽ പറയാത്ത കാര്യങ്ങളെ
അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയാൻ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം പറയണം ഏത് ഗ്രന്ഥത്തിലാണ് എന്നൊന്ന് കാണിക്കാൻ പറയണം. അങ്ങനെ കാണിച്ചിട്ടേ നിങ്ങൾ അത് വിശ്വസിക്കാവൂ. ഇന്ന് ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഞാൻ വെച്ച വീടിൻ്റെ അവർ ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ആ ഹോം ടൂർ വന്ന കുട്ടി മീനാക്ഷി, ആ കുട്ടി എന്നോട് ചോദിച്ചു, ചേട്ടാ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലൊരു ഒരു ചെറിയ പ്രതിമ ആരോ ഗിഫ്റ്റ് തന്നാണ് പാലുകാശിന്, അതിൽ ഓടക്കുടലുണ്ട്. അപ്പം ഇത് ഓടക്കുടലുള്ള പ്രതിമ വീട്ടിൽ വെക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പണ്ട് ഒരു ടൈൽസിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ തൃശ്ശൂർ, അവിടെ ചെന്നപ്പോൾ ഒരു ഓടക്കുടലുള്ളൊരു കുഞ്ഞു പ്രതിമയുണ്ട്, അതിൽ ഓടക്കുടൽ ഒടിഞ്ഞു പോയിരിക്കുന്നു. അപ്പം ഞാനൊരു ഉടമയോട് ചോദിച്ചു, മനോഹരമായ ഒരു പ്രതിമയാണല്ലോ, ഓടക്കുടൽ എങ്ങനെയാണ് നിലത്ത് വീണ് ഒടിഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അത് ഈ പ്രതിമയിൽ ഓടക്കുഴൽ വെക്കാൻ പാടില്ല അത്രേ കൃഷ്ണന്റെ, വെച്ചാൽ ഐശ്വര്യം ഒരു സൈഡിൽ കൂടെ കയറി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകുന്നു. അപ്പം ഞാൻ പറയുന്ന പിന്നെ ഇത്തിരി മെഴുക് വെച്ച് ഒരു സൈഡ് അങ്ങ് അടച്ചാൽ പോരെ, ഐശ്വര്യം കയറുന്നത് അവിടെ അങ്ങ് തങ്ങി നിൽക്കില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ നോക്കൂ, ഇത് എവിടെയാണ്, ഏത് ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്തൊക്കെയാ? ഒന്ന് ഓടക്കുഴലും, രണ്ട് മയിൽപ്പീലിയും. ഇതില്ലാതെ എന്ത് കൃഷ്ണനാണ്? ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യം ആരെങ്കിലും അവർക്ക് വായി തോന്നുന്നത് പോലെ കൃഷ്ണന്റെ വീട്ടിൽ വെക്കുന്ന പ്രതിമയിൽ ഓടക്കുഴൽ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ശരിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടക്കുഴൽ ഒടിച്ചു കളയുന്ന നിലയിലേക്ക് നമ്മൾ മാറി. മരിച്ചുപോയ അച്ഛൻ്റെ അമ്മയുടെയും ചിത്രം വീട്ടിൽ വെച്ചാൽ അത് ദോഷമാണ് എന്ന് പറയുന്നത് കേട്ട് അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ എടുത്ത് പുഴയിലൊഴുക്കുന്ന നിലയിലേക്ക് നമ്മൾ തരം താണു. സൂര്യ ടി വിയിൽ എൻ്റെ പ്രോഗ്രാമിൽ അടുത്തിടയ്ക്ക് ഒരു കോള് വന്നതാണ്. ചിലപ്പോൾ ഇനി അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയ വരാൻ സാധ്യതയുണ്ട് ആ കോള്, എനിക്ക് തോന്നുന്നു അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചു, 41 ദിവസമാകുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ എന്താണ് വിളിച്ചതെന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ആരെയോ കണ്ടപ്പോൾ പറഞ്ഞു അത്രയും, അച്ഛൻ്റെ വസ്ത്രങ്ങളും ചെരുപ്പും വീട്ടിലിരിക്കുന്നത് ദോഷമാണ്, അതെടുത്ത് പുഴയിൽ ഒഴുക്കണം എന്ന് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തേ അച്ഛൻ എന്തായിരുന്നു ജോലി? അപ്പോൾ പറഞ്ഞു അച്ഛൻ PWDയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛന് വസ്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പം മരിച്ചുപോയ അച്ഛൻ്റെ വസ്തുക്കൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കൂ? അതില്ല. അച്ഛൻ്റെ സ്വർണ്ണാഭരണങ്ങളുണ്ട്, അത് നിങ്ങൾ പുഴയിൽ ഒഴുക്കുമോ? ഇല്ല. അച്ഛൻ്റെ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്, അത് നിങ്ങൾ പുഴയിൽ ഒഴുക്കുമോ? ഇല്ല. അപ്പൊ അച്ഛൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾക്കൊന്നും ദോഷമില്ല, അച്ഛൻ്റെ വസ്ത്രവും ചെരുപ്പും അവിടെ ഇരുന്നാൽ അത് മാത്രം എങ്ങനെയാ ദോഷമാകുക? നിങ്ങൾക്കത് കാണുമ്പോൾ വിഷമം വരുന്നെങ്കിൽ നിങ്ങൾ പുഴയിൽ ഒഴുക്കണം, അത് തെറ്റൊന്നുമില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, ഇപ്പോഴും അച്ഛൻ മരിച്ചു എന്ന് ചിന്തിക്കാൻ എനിക്ക് പ്രയാസമാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു ചിന്ത വരുന്നു എങ്കിൽ നിങ്ങളത് പുഴയിൽ ഒഴുക്കിക്കോളൂ. പക്ഷെ ദോഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ്റെ സ്വർണ്ണാഭരണങ്ങളും, അമ്മ മരിച്ചുപോയാൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം, അവരുടെ വസ്തുക്കൾ നിങ്ങൾ ഉപേക്ഷിക്കണം, അവരുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതൊന്നും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് ഇത്തരത്തിൽ ഇതാണ് ആചാരം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സംസ്കാരത്തോട് തന്നെ ചെയ്യുന്ന ഒരു അവഹേളനമാണ്. അങ്ങനെ ആര് പറഞ്ഞാലും നമ്മളത് ചോദ്യം ചെയ്തു മാത്രം വിശ്വസിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ നമ്മളെ വലിയ കച്ചവട മാർഗത്തിലൂടെ നമ്മളെ തകർത്ത് കളയും. ഒരാൾ പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമായി മറ്റൊരാൾ നമ്മളോട് പറയും. നമ്മളിതെല്ലാം കേൾക്ക് വിശ്വസിക്കും. പഴയ ഹൈന്ദവ തറവാടുകൾ നശിച്ചു പോയതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ദുർമന്ത്രവാദങ്ങൾക്കും ഹോമങ്ങൾക്കുമൊക്കെ കൊണ്ട് പണം മുടക്കിയത് കൂടിയാണ്. പല ഘടകങ്ങളിലൊന്നതാണ്. പിന്നെ നമ്മൾ സഹോദരങ്ങളോട് പോലും നമുക്ക് സ്നേഹമില്ല, വിശ്വാസമില്ല. ഒരിക്കൽ ഒരാൾ എന്നെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കുടുംബ വീട് മനോഹരമാക്കി, ഈ അനിയനെയും കൂടെ ഗൾഫിൽ കൊണ്ടുപോയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ചേട്ടൻ നാട്ടിൽ പോരുന്നു. ചേട്ടന് 2 പെൺകുട്ടികളൊക്കെയാണ്. അച്ഛൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു, ഈ വീട് നടുക്ക് വെച്ച് ഭാഗിച്ച് 2 പേർക്കും കൂടെ വിൽപ്പത്രം എഴുതി വെച്ചു. നല്ലൊരു കാര്യം. അനിയൻ വേറൊരു വീട് വെച്ചു, അവിടെ താമസം തുടങ്ങി. കുറെ കാലത്തിന് ശേഷം ഇവർ തമ്മിൽ എന്തോ വാക്ക് തർക്കങ്ങളുണ്ടായി. ഒടുവിൽ അനിയൻ കേസ് കൊടുത്ത് ഈ വീട് നടുക്ക് വെച്ച് ഭാഗിച്ച് തരണം. എന്നാലോചിച്ച് നോക്കൂ, അയാൾക്ക് വേറെ വീടുള്ള ആളാണ്. അങ്ങനെ കോടതിയിലെ കേസ് നീണ്ടുപോയപ്പോൾ ഇത് ഇപ്പോഴെങ്ങാനും തീരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. നിങ്ങളുടെ ചേട്ടന് 2 പെൺകുട്ടികളുമുണ്ട്.
നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ വസ്തു എഴുതി കൊടുത്തിട്ട്, നിങ്ങളുടെ ഭാഗം എഴുതി കൊടുത്തിട്ട് അദ്ദേഹത്തിന് എന്നാ പൈസ മേടിക്കുക. എന്തിനാണ് ആ വീട് നടുക്ക് വെച്ച് മുറിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് ചോദിക്കുകയാണ്, ഓഹോ, അപ്പൊ അവൻ വന്ന് കാണേണ്ട പോലെ കണ്ടല്ലോ എന്ന്. എനിക്കറിയത്ത് പോലുമില്ല ആരാണെന്ന്. പരസ്പരം വിശ്വാസമില്ല, സ്വത്തുക്കളുടെയും മറ്റും പേരിൽ പരസ്പരം അടിയുണ്ടാക്കുകയാണ്. ആരെങ്കിലും നമ്മളോട് നമ്മളുടെ മകളുടെ കല്യാണം മുടക്കിയത് കൂടുപാത്രം ചെയ്ത് ആഭിചാരം ചെയ്ത് ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ ധാരാന്ന് ചോദിക്കും, അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. അപ്പൊ ഈ പറയുന്ന ആൾ പറയും അതൊരു സ്ത്രീയാണ് എന്ന് പറയും. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും ഇപ്പൊ ഇവിടെ മിണ്ടാതിരിക്കുന്നെങ്കിലും നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. സ്ത്രീകളുടെ പേരാണ് പറയുന്നത്. അപ്പൊ നമ്മളിത് ആരാണതാ ഈ സ്ത്രീ എന്ന് ചിന്തിച്ച് വീട്ടിൽ വരുമ്പോഴായിരിക്കും ഏതെങ്കിലും ബന്ധത്തിലുള്ളൊരു സ്ത്രീ ഫോൺ ചെയ്ത് മോളുടെ കല്യാണം എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മൾ അതവരാണ് എന്ന് സ്കെച്ച് ചെയ്യും. പിന്നീട് അവരെ അങ്ങനെ നോക്കിയാൽ മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നും. ശത്രു സംഹാരം എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള ശത്രുവിനെ സംഹരിക്കാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി ശത്രു സംഹാര അർച്ചന നടത്തുമ്പോൾ നമുക്ക് സംശയമുള്ള ആളുടെ പേരും നാളുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ആരുടെ നാളും ആരുടെ പേരുമാണ് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ നാളും നമ്മുടെ പേരുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആരാണ് നമ്മുടെ ശത്രു? നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഉത്തരേതാത്മനാത്മാനാം ആത്മാനം അവസാദയേത് ആത്മ ഏവ ആത്മനാ ബന്ധു ആത്മ ഏവ രിപുരാത്മന. അർജുന, ആത്മ ഏവ ആത്മനാ ബന്ധു, നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ബന്ധു. ആത്മ ഏവ രിപുരാത്മന, നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്, ബന്ധുരാത്മാത്മനസ്തസ്യേ ഏനാത്മൈവാത്മനാജിത അനാത്മനസ്സ ശത്രുത്വേത് വർത്തേതാത്മേവ ശത്രുവത്. നമ്മുടെ ഉള്ളിലാണ് ശത്രു. നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മുടെ ഉള്ളിലെ മതമത്സര്യ മോഹങ്ങളെ സംഹരിക്കണമേ എന്നാണ് പറയുന്നത്. നമ്മൾ പുറത്തുള്ള ശത്രുവിനെ അന്വേഷിച്ചാണ് നടക്കുന്നത്. ഉള്ളിൽ നിന്ന് ഈ കാലുഷ്യം മാറ്റിയാൽ നമുക്ക് ശത്രുത ഉണ്ടാവില്ല. ഇതുപോലെയാണ് വാസ്തുവും. നമുക്കറിയാം, വീട് വെക്കുമ്പോൾ ഇത് വാസ്തു ഓരോ ആളുകൾ വന്ന് ഓരോരോ തരത്തിലാണ് പറയുന്നത്. ഒരു വീട് വെക്കുമ്പോൾ, ഒരു സ്ഥലം കെട്ടിപ്പൊക്കി വരുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും അവിടെ കുഴപ്പമാണ്, ഇടിച്ചു കളയാൻ പറയും. മറ്റൊരാൾ വന്നിട്ട് പറയും അത് ഇടിച്ചു കളഞ്ഞതാണ് കുഴപ്പം, നിങ്ങൾ തിരിച്ചു കെട്ടാൻ പറയും. നിങ്ങൾ വാസ്തു ആവശ്യത്തിന് നോക്കണം. വാസ്തുവിന് വേണ്ടിയല്ല വീട് വെക്കേണ്ടത്. വീട് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വീട് എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. മണ്ണിൽ കൊണ്ട് പണം കുഴിച്ചിടുന്നത് പോലെയാണ്. വലിയ വീട് വെച്ച് നശിച്ചു പോയ ഒരുപാട് ആളുകളെ എനിക്കറിയാം. കാരണം ഇതൊരു ഭ്രമമാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ സാധാരണ ജോലിക്കാരനാണ്, അതേ ഒരു പ്ലാനും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. 3500 സ്ക്വയർ ഫീറ്റ് പ്ലാന് കോവിഡിന് മുമ്പാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ഇത്ര വലിയ വീടിന്റെ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭാര്യയുടെ അനിയത്തി ഇതേപോലൊരു വീട് വെച്ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതെന്ത് ഓട്ട മത്സരമാണ്, ഭാര്യയുടെ അനിയത്തി വീട് വെച്ചത് മത്സരിക്കാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി, ശരി, അദ്ദേഹം വീട് വെച്ചു. ഇപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോൾ ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലാതെ ആ വീട് ജപ്തിയാവുകയാണ്. ഇത് വിൽക്കാൻ നോക്കി ആരും വാങ്ങില്ല. കാരണം 3500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ പൈസയുള്ളവൻ സ്വന്തമായിട്ടൊരു വസ്തു മേടിച്ച് വീട് വെക്കല്ലേ ഉള്ളൂ. അല്ലാതെ ആര് ഇത്രയും പൈസ മുടക്കി ഒരു വീട് വെക്കും? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട് എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. ഒരിക്കലും നിങ്ങൾ അനാവശ്യമായി വീടിന് വേണ്ടി പണം മുടക്കാൻ പാടില്ല. കാരണം അനാവശ്യമായി പണം മുടക്കിയാൽ അത് നമ്മളെ കൊണ്ടൊന്ന് ദുരിതത്തിലാക്കും. ഞാനൊരു വോയിസ് സെലക്ട് ചെയ്തെടുക്കുകയാണ്, അതോടെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അതായത് അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ വീട് വെക്കുമ്പോൾ അഭ്യുദയാകാംക്ഷികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ അവരെ അകറ്റി നിർത്തണം. അതായത് വഴിയെ കൂടെ പോകുന്നവർ വന്നിട്ട് ഒരു അഭിപ്രായം പറയും, ഇത് ഇങ്ങനല്ലല്ലോ അങ്ങനാണല്ലോ എന്ന് പറയും. അപ്പം നമ്മളിത് വിചാരിക്കും ശരിയാണ്. ഇവരൊരു ഉദാഹരണം കൂടെ ചേർത്ത് പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛന് പണ്ട് ഗുളിക കഴിച്ച് സെഡേഷനായി, ഇതിനൊന്ന് വീണു. അദ്ദേഹത്തെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഡിസ്ചാർജ് ആവുകയാണ്. ഡിസ്ചാർജ് ആവാൻ വേണ്ടി ഞങ്ങൾ സാധനമൊക്കെ പറകെ അടുത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിലേക്ക് കടന്നുപോയി. എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, വൈദ്യരല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ വലിയ അറിയപ്പെടുന്ന വൈദ്യനും ജ്യോത്സ്യനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെ. അപ്പം ഞാൻ അച്ഛനെ കാണാൻ, വൈദ്യരെ കാണാൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കയറി വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗുളിക കഴിച്ചു, സെഡേഷനായി, ഒന്ന് വീണതാണ്, സാരമില്ല, ഇപ്പം ഡിസ്ചാർജ് ആവുകയാണ്, ഇപ്പം പോകും എന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ അച്ഛനോട് പറയുകയാണ്, എൻ്റെ വീടിനടുത്ത് ഭാർഗവൻ എന്നൊരു ചേട്ടനുണ്ട്, അദ്ദേഹം ഇതുപോലെ ഗുളിക കഴിച്ചു, സെഡേഷനായി, വീണു, ആശുപത്രിയിൽ പോയി, ഡിസ്ചാർജായി, വീട്ടിൽ ചെന്നപ്പോഴേ കുഴഞ്ഞു വീണ് മരിച്ചത്. ഡിസ്ചാർജ് ആവാനിരിക്കുന്ന ആളോട് പറയുകയാണ്. അത് ചോക്കൂ, ഇങ്ങനെയുള്ള അഭ്യുദയാകാംക്ഷികളുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ഒരു വോയിസ്
ഒരു പയ്യൻ ഒരു വീട് വെച്ചു. ഗൾഫിലാണ് ജോലി. ഇവിടെ പ്രവാസികൾ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് പ്രവാസികളൊക്കെ കേട്ടോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇവർ നാട്ടിൽ വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്പ്രേ ഒക്കെ അടിച്ച് നടക്കുന്നെങ്കിലും അവരവിടെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അങ്ങനെ വീട് വെച്ചു. വീട് വെച്ചിട്ട് പാല് കാച്ചിന് മുഹൂർത്തം എടുത്ത് ഈ പയ്യൻ നാട്ടിൽ വരാൻ പ്ലാൻ ഇടുമ്പോഴാണ് ഏതോ ഒരു വാസ്തു അതിലേ പോയി അവരുടെ അമ്മയോടൊരു കാര്യം പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ യൂറോപ്യൻ ക്ലോസറ്റിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല. സൂര്യന് നേരെ പ്രശ്നം വന്നാൽ മകൻ മരിച്ചു പോകും. അപ്പൊ ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്, മക്കൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ എന്തും ചെയ്ത് കളയും. അവര് മരിക്കുന്നൊന്നും അവർക്കൊരു പ്രശ്നമല്ല, മക്കൾക്ക് എന്തെങ്കിലും വരുന്നു എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും. അങ്ങനെ ആ പയ്യൻ എനിക്ക് അയച്ച ഒരു വോയിസും കൂടെ ഞാൻ നിങ്ങളിന്ന് കേൾപ്പിക്കാം, കേട്ടോളൂ. ഹരിചേട്ടാ, എന്റെ വീട് ഇതാണ്, പണിയെല്ലാം തീർന്ന് 5-ാം തീയതി കയറി താമസം. ഇപ്പൊ വീട്ടുകാർ വന്നിട്ട് കണ്ടിട്ട് അമ്മ ഭയങ്കര ബഹളം. ഇപ്പൊ പൊളിക്കാൻ കിട്ടും 3 ലക്ഷം രൂപ ഇനിയും വേണം, 4 ബാത്റൂം. നോക്കൂ, 3 ലക്ഷം രൂപ ഇനിയും വേണമെന്നത്രേ ഇത് പൊളിക്കാൻ. അമ്മ വലിയ ബഹളമാണ്, കാരണം മോൻ മരിക്കാൻ അമ്മ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യ്, അമ്മയുടെ നമ്പർ ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ നമ്പർ ഇട്ടു. ഞാൻ ആ അമ്മയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഇന്നാളാണ്. എന്താ പറയൂ? ഞാൻ പറഞ്ഞു, മോൻ ഇങ്ങനെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മേ, പണ്ട് അയ്യത്തും പറമ്പിലും ആറ്റുവക്കത്തും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, അതിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, സത്യമല്ലേ? അന്ന് കിഴക്കെവിട, പടിഞ്ഞാറെവിട, തെക്കെവിട, വടക്കെവിട എന്നാരും നോക്കാറില്ല. മറ്റുള്ളവർ കാണാതെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഇത് മറപ്പുരകളായി. പിന്നീട് വസ്തു കുറഞ്ഞപ്പോ വെസ്റ്റേൺ കൾച്ചർ എടുത്തുകൊണ്ട് ഈ വീടിനകത്തോട്ട് കയറ്റിയതാണ് ഈ ശൗചാലയം എന്ന് പറയുന്നത്. വാസ്തുവിൽ എവിടെയാണ് യൂറോപ്യൻ ക്ലോസറ്റ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളോട് യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വാസ്തു ഗ്രന്ഥത്തിൽ എവിടെയാണ് യൂറോപ്യൻ ക്ലോസറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ പറയാൻ സാധ്യത വല്ലതും ഉണ്ടോ? നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത്യാവശ്യം ഒന്ന് ചിന്തിക്കേണ്ടേടാ, ഇവൻ പറയുന്ന യൂറോപ്യൻ ക്ലോസറ്റ് വാസ്തുവിലെ ഏത് ഗ്രന്ഥത്തിലാണ്? ഒരു ഗ്രന്ഥത്തിലും ഇല്ല. നിങ്ങൾക്കറിയോ, വാസ്തു ഗ്രന്ഥത്തിൽ ശൗചാലയം പോലും വീടിനുള്ളിൽ ഇല്ല. അങ്ങനെ പറഞ്ഞില്ല, അത് നെഗറ്റീവ് എനർജിയാണെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവര് ക്ലോസറ്റ് അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഇനി ഇവർ പറഞ്ഞതുപോലെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നു എന്ന് വെക്കുക, അപ്പോ സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കൂ, തിരിഞ്ഞിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇത്തരത്തിൽ നമ്മളെ തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ളവരായി മാറണം. നമ്മൾ ഇതേപ്പറ്റി പഠിക്കണം. ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ലോജിക്കോടുകൂടി അത് ചിന്തിക്കണം. ഇങ്ങനെ എന്തെങ്കിലും പറയാനുള്ള സാധ്യതകൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ശ്രീജു എന്നെ അവിടെ നിന്ന് വരട്ടുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ നോൺ സ്റ്റോപ്പായിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. അടുത്ത പരിപാടി തുടങ്ങാനുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് സതീഷ് വെട്ടിക്കവല. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴായിരുന്നു. കാരണം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഒന്നിച്ചൊക്കെ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്നവരാണ്. നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു നിറഞ്ഞ കയ്യടി കൂടി കൊടുക്കേണ്ട ഒരു കാര്യം എനിക്കിവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. അത് പല കലാകാരന്മാരുടെയും ഉള്ളിലുള്ള വേദനയായിരിക്കാം. അദ്ദേഹത്തിന് അമ്മ മരണപ്പെട്ടു പോയ ആളാണ്. അദ്ദേഹത്തിന് അച്ഛന് അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമാണ്, ഓർമ്മക്കുറവുണ്ടാകുന്ന ഒരു രോഗം. ആ രോഗം പിടിപെട്ട അച്ഛനെ വീട്ടിൽ ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ആ കലാകാരൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര വേദനയോടുകൂടി അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കാനെത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പ്രോഗ്രാമിലും നിങ്ങൾ നിറഞ്ഞ കയ്യടി കൊടുക്കണം. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അദ്ദേഹം ഞങ്ങളൊന്നും സംസാരിച്ചില്ല, അദ്ദേഹം പുറകിൽ നിൽക്കുന്നുണ്ട്. നല്ലൊരു കലാകാരനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ശേഷം നല്ലൊരു കലാസന്ധ്യ ഇവിടെ ആസ്വദിക്കാൻ കഴിയും. വലിയ അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുടെ മഞ്ജു വാര്യരോടൊപ്പമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഗണേഷ് കുമാർ സാറുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കലാപരിപാടി നിങ്ങൾ ആസ്വദിക്കുക. എന്തായാലും പ്രവാസികൾക്ക് വലിയൊരു കയ്യടി നൽകുകയാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതിൽ, ചികിത്സാ ധനസഹായം നൽകിയതിൽ. തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.